അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഫ്രണ്ട്സ് ഓഫ് യോഗ ഫൗണ്ടേഷൻ ജില്ലാ കുടുംബശ്രീ മിഷനുമായി സഹകരിച്ചുകൊണ്ട് ജില്ലയിൽ നടപ്പാക്കാൻ ഉദ്ദേശിച്ച സൗജന്യ യോഗ പരിശീലന പരിപാടി കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ അട്ടിമറിച്ചതായും മറ്റുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും ഫ്രണ്ട്സ് ഓഫ് യോഗ ഫൗണ്ടേഷൻ സിഇഒ നികേഷ് സുബ്രഹ്മണ്യൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനം നടത്തി സംഘടനയെ അപമാനിച്ച ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആർ സിന്ധുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഫ്രണ്ട് ഓഫ് യോഗ ഫൗണ്ടേഷൻ സിഇഒ നികേഷ് സുബ്രഹ്മണ്യൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. യോഗ പരിശീലനത്തിനായി രേഖാമൂലം അനുമതിയും കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ തന്നിട്ടുള്ളതാണ്. അതിനുശേഷം ജില്ലാ കോർഡിനേറ്റർ ഞങ്ങളെ അറിയിക്കാതെ പരിശീലന പരിപാടി നിർത്തിവെക്കാൻ എല്ലാ കുടുംബശ്രീ യൂണിറ്റുകൾക്കും അറിയിപ്പ് കൊടുക്കുകയും സംഘടനയ്ക്കെതിരെ പത്രസമ്മേളനം വിളിച്ച് വ്യക്തിപരമായും സംഘടനാപരമായും അധിക്ഷേപം നടത്തുകയും ചെയ്തു. കൂടാതെ കോർഡിനേറ്റർ സിന്ധുവിനെ ഭീഷണിപ്പെടുത്തിയെന്ന വ്യാജ ആരോപണം സമൂഹ മാധ്യമങ്ങളിലും പത്രസമ്മേളനത്തിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇവരുടെ നിരുത്തരവാദിത്വപരമായ പ്രവർത്തനങ്ങൾ മൂലം സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള അനേകം സ്ത്രീകൾക്ക് സൗജന്യമായി യോഗ പരിശീലിച്ചു രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള മാർഗമാണ് നഷ്ടമാകുന്നത്. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഫണ്ട് ദുരുപയോഗം ചെയ്യാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും ഇവർ ആരോപിച്ചു. ഫ്രണ്ട്സ് ഓഫ് യോഗ എന്ന പേരിലുള്ള ഋഷികേശ് ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നൊരു സന്നദ്ധ സംഘടനയാണ്. കഴിഞ്ഞ യോഗാ ദിനത്തോടനുബന്ധിച്ചിട്ട് കുടുംബശ്രീ യൂണിറ്റുകളുമായിട്ട് ഒരു സംയുക്തമായിട്ട് ഒരു പരിശീലന പരിപാടി, സ്ത്രീകൾക്ക് വേണ്ടി സൗജന്യ പരിശീലന പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. അതിൻ്റെ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററുടെ അടുത്ത് നമ്മളതിനുള്ള അനുമതി വാങ്ങിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഇവരുടെ ലിസ്റ്റ് ഈ ആർ പിമാരുടെ CDS ആർ പിമാരുടെ ലിസ്റ്റ്, അതുമാതിരി അതിനോട് ബന്ധപ്പെട്ട ആൾക്കാരുടെ ലിസ്റ്റൊക്കെ തന്നവർ ഇവരെ ഈ ഗ്രൂപ്പാക്കി ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് നമ്മുടെ ഉദ്ദേശങ്ങൾ എന്താണ്, നമ്മളെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് പരിശീലന പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് നമ്മൾ ഈ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യണ്ടായി. അതിന് ശേഷം നമ്മളെ അറിയിക്കാതെ, നമ്മളോട് പറയാതെ ഇവർ ഈ ജില്ലാ കോർഡിനേറ്റർ സിന്ധു ഇവരെല്ലാവരെയും അവരുടെ വേറെ ഗ്രൂപ്പുകളിലൂടെ ഈ പരിശീലന പരിപാടിയൊന്നും അവർ പിന്മാറിയതായിട്ടുള്ള വിവരം അവരെ അറിയിക്കുകയും ഈ സംഘടന ഒരു വർഗീയ ബന്ധമുള്ള സംഘടനയാണെന്ന് ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാൻ ഈ പത്രസമ്മേളനം വിളിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവരുടെ ആരോപണം തികച്ചും ഒരു അടിസ്ഥാനമില്ലാത്തതാണ്. അതുമാത്രമല്ല, ഇത് നമ്മൾ സൗജന്യമായിട്ട് എല്ലാ ആൾക്കാർക്കും, ആദ്യം കോഴിക്കോട് ജില്ലയിൽ ഈ സൗജന്യ പരിശീലന പരിപാടി ഒരു 42ഓളം CDS കുടുംബശ്രീ യൂണിറ്റുകൾ വഴി എല്ലാ ആൾക്കാർക്കും എത്തിക്കണം, എല്ലാ സ്ത്രീകൾക്കും എത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. സ്ത്രീ ശാക്തീകരണത്തിന് യോഗ എന്നുള്ളതായിരുന്നു വിഷയം. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് നമ്മൾ ഈ ഒരു പരിപാടി ജില്ലാ മിഷനായിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് ഇവർ പിന്മാറുക മാത്രമല്ല ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇതിനോടനുബന്ധിച്ച് തന്നെ സ്റ്റേറ്റ് കുടുംബശ്രീ മിഷനായിട്ട് ബന്ധപ്പെടുകയും അവിടെ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളായിട്ട് മീറ്റിംഗ് നടത്തുകയും അവർ നമ്മളെ ഈ പരിപാടികൾ ഉൾപ്പെടുത്താമെന്ന് വാക്കാൽ പറയുകയും ചെയ്തു. അതിനോടനുബന്ധിച്ച് പിന്നീട് നമുക്ക് അതായത് വാക്കാലുള്ളതാണ് അപ്പോൾ തന്നത്. പിന്നീട് അതിനോടനുബന്ധിച്ച് മെയിൽ വഴിയോ അല്ലെങ്കിൽ ഒരു കത്ത് വഴിയോ ഇതിനുള്ള അംഗീകാരം തരാമെന്ന് സമ്മതിച്ചതാണ്. പക്ഷേ ഇതിനിടയിൽ ഇവിടെ നിന്ന് ഉള്ള ഈ ജില്ലാ കോർഡിനേറ്ററുടെ ഈ ഒരു ഇടപെടൽ കാരണം കൊണ്ട് ഇതിൽ നിന്ന് അവർ സ്റ്റേറ്റ് മിഷൻ പിന്മാറുകയും ഇവർ സമൂഹ മാധ്യമങ്ങൾ വഴി എൻ്റെ സ്വന്തം പ്രൊഫൈലിലുള്ള ഒരു പോസ്റ്റർ എടുത്തിട്ട് സമൂഹ മാധ്യമങ്ങളിൽ മൊത്തം പ്രചരിപ്പിക്കുകയും ചെയ്തു. ഞാൻ വർഗീയ സംഘടനകളായിട്ട് ബന്ധമുണ്ടെന്ന്, ഈ സംഘടനയ്ക്ക് വർഗീയ സംഘടനയായിട്ട് ബന്ധമുണ്ടെന്നും പിന്നെ അവരെ ഭീഷണിപ്പെടുത്തിയെന്നും മറ്റ് പല CDS മെമ്പർമാരും ഭീഷണിപ്പെടുത്തിയെന്നും വ്യാജമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തു.